ഇപ്പോഴും ആ സീൻ ഓർമ്മയുണ്ട്. സായികുമാറിന്റെ ആ ചോദ്യം, "എന്താടോ അവിടെ ഒരു ബഹളം? പ്രൈം മിനിസ്റ്റർ വന്നോ?" അപ്പോൾ സൈഡീന്ന് നമ്മുടെ ബൈജു സന്തോഷ് പറയുന്നത്, "ഇതിലും ഭേദം അങ്ങേര് വരുന്നതായിരുന്നു." അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ്റെ ഒരു എൻട്രി ഉണ്ട്. എൻ്റെ മോനെ അത് കാണുമ്പോൾ ഈ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ രോമമൊക്കെ അതൊരു രക്ഷയില്ലാത്ത സീനായിരുന്നു. അന്ന് തൊട്ട് സ്റ്റീഫൻ നെടുമ്പള്ളി നമ്മുടെ എല്ലാവരുടെയും ഹാർട്ടിൽ ഒരു പ്ലേസ് എന്തായാലും ഉറപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അത് മുതൽ നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു L2 എമ്പുരാൻ. അത് കഴിഞ്ഞിട്ട് March 27th, 2025, as Prithviraj said in one of his posts, "So you waited 6 years, 73 months, 313 weeks, 2,191 days, 52,584 hours, 3,155 and 40 minutes, and 1,89,302,400 seconds from Lucifer to Empuran. It's time from today." അതെ, ഇറ്റ് വാസ് ടൈം ഫ്രം ദാറ്റ് ഡേ. എൻ്റെ പൊന്നെ, നമ്മുടെ L2 എമ്പുരാൻ സ്റ്റാറിങ് ലാലേട്ടൻ, ഡയറക്റ്റഡ് ബൈ പൃഥ്വിരാജ് സുകുമാരൻ എല്ലായിടത്തും റിലീസായി. ഈ സിനിമ കാണാൻ ആൾക്കാർ ഇടിച്ചു കയറി. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ബുക്ക് മൈ ഷോ സെർവേഴ്സ് ക്രാഷ് ആവുന്നു, ഏറ്റവും കൂടുതൽ ബുക്കിംഗ് കിട്ടുന്നു, ഒരു രക്ഷയില്ല. സിനിമ ഇറങ്ങിയിട്ട് പോലും ഇല്ല. ആൾക്കാർക്ക് അറിയില്ല സിനിമ നല്ലതാണോ ചീത്തയാണോ ഒന്നും അറിയത്തില്ല. അപ്പം ഞാൻ പോയില്ല, ഞാൻ ആദ്യത്തെ ദിവസം പോയില്ല. കാരണം അറിയാലോ ഗൈസ്, ഇറ്റ്സ് റിലേറ്റബിൾ. നിങ്ങൾക്കും പലർക്കും ടിക്കറ്റൊന്നും കിട്ടിക്കാണത്തില്ല. അതുകൊണ്ട് എനിക്കും ടിക്കറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് ഞാനും പോയില്ല. സോ എനിക്ക് ടിക്കറ്റ് കിട്ടിയത് സൺഡേ ആണ്. ലൈക്ക് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പം ഞാൻ അപ്പോഴാണ് പോയി കണ്ടത്. ഇറ്റ് വാസ് ഓൾ ഗോയിങ് വെരി വെൽ. ലൈക്ക് റിവ്യൂസൊക്കെ നല്ലതായിട്ട് വരുന്നു, ആൾക്കാർക്കെല്ലാം ഇഷ്ടപ്പെടുന്നു, ആൾക്കാർ കണ്ടിറങ്ങുന്ന എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് സൈഡീന്ന് ഓബ്വിയസ്ലി എല്ലാ സിനിമയ്ക്കും ഉള്ള പോലെ തന്നെ ക്രിറ്റിസിസംസ് വരാനും തുടങ്ങി, നെഗറ്റീവ് റിവ്യൂസ് വരാൻ തുടങ്ങി, സിനിമയ്ക്ക് ഡീഗ്രേഡിങ് വരാൻ തുടങ്ങി. അപ്പം ഈ സിനിമ കാണാത്ത ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ ഓബ്വിയസ്ലി ഇൻസ്റ്റാഗ്രാമിലും എല്ലായിടത്തും നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നും, ഓക്കെ സിനിമ അത്ര ഹൈപ്പില്ലേ, ഈ ഹൈപ്പ് തന്ന അത്രയും നമുക്ക് അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലേ, എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത്രയും നെഗറ്റീവായിട്ട് പറയണത് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ എന്തായാലും സിനിമ കാണാൻ പോയി. മ്യൂസിക് നല്ലതല്ല എന്ന് പറഞ്ഞ് കുറേ റിവ്യൂസ് ഉണ്ടായിരുന്നു. എനിക്ക് മ്യൂസിക്കിന് പ്രശ്നമൊന്നും തോന്നിയില്ല. കുറേ സീൻസ് പ്രശ്നമുണ്ട്, അങ്ങനെ പ്രശ്നമുണ്ട്, ഇങ്ങനെ പ്രശ്നമുണ്ട്, സിനിമ ഒട്ടും കൊള്ളില്ല, ആദ്യത്തെ 30 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമയ്ക്കകത്തൊന്നുമില്ല. എനിക്കറിയില്ല വൈ പീപ്പിൾ വർ സേയിങ്, സം റിവ്യൂവേഴ്സ് വർ സേയിങ്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. ചിലപ്പം പുള്ളി അത് കഴിഞ്ഞ് ഉറങ്ങിപ്പോയി കാണും. 30 മിനിറ്റ് കഴിഞ്ഞ് സിനിമയ്ക്കകത്തൊന്നുമില്ല എന്ന് പറയാൻ ഒന്നില്ല യു ഷുഡ് ബി ബ്ലൈൻഡ് ഓർ യു ഹാവൻ വാച്ച് ദ മൂവി. ഇത്രയൊക്കെ ഡീഗ്രേഡിങ്ങും ഇത്രയൊക്കെ നെഗറ്റീവ് റിവ്യൂസും എല്ലാം, പോസിറ്റീവ് റിവ്യൂസ് ഇല്ല എന്നല്ല ഞാൻ പറയണത്, പോസിറ്റീവ് റിവ്യൂസ് നന്നായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇത്രയൊക്കെ ഡീഗ്രേഡിങ്ങും നെഗറ്റീവ് റിവ്യൂസും ഒക്കെ കണ്ടിട്ടും ഞാൻ സിനിമ കണ്ടു, എനിക്കിഷ്ടപ്പെട്ടു. ഡിഡ് ഐ ഫൈൻഡ് വാട്ട് ഐ വാസ് ലുക്കിംഗ് ഫോർ ഇൻ ദ മൂവി? യെസ്, ഐ ഡിഡ്. ഇറ്റ് വാസ് എ റിയലി ഗുഡ് ഡിറക്റ്റഡ് മൂവി. ഞാൻ മലയാളം മൂവീസിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും നന്നായിട്ട് ബിഗ് ബഡ്ജറ്റിൽ എടുത്തിരിക്കുന്ന ഒരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സോ ഹാറ്റ്സ് ഓഫ് ടു പൃഥ്വിരാജ് ഫോർ ദാറ്റ്. ആൻഡ് ലാലേട്ടൻ ആണെങ്കിലും എല്ലാവരുടെ ഫ്രെയിമിംഗ് ആണെങ്കിലും എന്താണെങ്കിലും ഇറ്റ് വാസ് വെരി പ്രൊഫഷണൽ ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് അത് കണ്ടിരിക്കാൻ ഇങ്ങനെ തോന്നും, നമ്മളിങ്ങനെ കണ്ടിരുന്നു പോകും. ഒന്നും പറയാനില്ല. നമ്മളിങ്ങനെ വിചാരിക്കും എന്താണ്, ലൈക്ക് ഹൗ ഡിഡ് ദ ലൈക്ക് ആ സിനിമ, ആ ഷോട്ട് എങ്ങനെയാണ് എടുത്തതെന്ന് നമ്മളിങ്ങനെ വിചാരിച്ചു പോകും. അപ്പോൾ അങ്ങനത്തെ ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ ഇതിൽ പലരും പറഞ്ഞു ദാറ്റ് ക്യാരക്ടേഴ്സ് ഒന്നും സിങ്ക് ആവുന്നില്ല, അവർക്ക് ആ ഒരു ഫീല് കിട്ടുന്നില്ല. ലൈക്ക് ഈ മൂവിയിൽ ലൂസിഫറിനെ പോലെ നമുക്ക് ക്യാരക്ടേഴ്സിനെ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ലൈക്ക് അങ്ങനെയൊക്കെ കുറേ റിവ്യൂസൊക്കെ ഞാൻ കണ്ടു. പക്ഷേ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ നോക്കുവാണെങ്കിൽ ഈ മൂവി നടക്കുന്നത് ലൂസിഫർ കഴിഞ്ഞിട്ട് ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ്, 5-6 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്തായാലും ഒരു ക്യാരക്ടർ നമ്മൾ വിചാരിക്കുന്ന പോലെ, ഇപ്പം നിങ്ങളുടെ റിയൽ ലൈഫിൽ 5 വർഷം കഴിഞ്ഞിട്ട് ഒരാളെ നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെയായിരിക്കും ആൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? അതുപോലെ തന്നെയാണ് ഈ സിനിമയിലും കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ക്യാരക്ടേഴ്സൊക്കെ ഡെവലപ്പായി വന്നിരിക്കുന്നത് അവർക്ക് ആ
ആ സിറ്റുവേഷനിൽ അങ്ങനെ ഡെവലപ്പ് ആകാൻ പറ്റുള്ളൂ. ലൈക്ക് ആ സിനിമയ്ക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ആ ക്യാരക്ടേഴ്സിനൊക്കെ അങ്ങനെ ഡെവലപ്പ് ആകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ടോവിനോയുടെ ക്യാരക്ടർ ആൻഡ് എക്സ്പെഷ്യലി മഞ്ജു വാര്യറുടെ ക്യാരക്ടർ ഒരു രക്ഷയില്ല. എങ്ങനെയാണ് അങ്ങനെ ഒരു ഡെവലപ്പ് ആയത്? ലൈക്ക് ഞാനത് കണ്ടിരുന്നു പോയി. ലൈക്ക് സെക്കൻഡ് ഹാഫിൽ ഞാനത് കണ്ടിരുന്നു പോയി. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒബ്വിയസ്ലി മോഹൻലാൽ plays a very big role in this movie. And there were a lot of reviews that he was not having enough screen time in the movie, which was, I felt like bullshit, because he was there always. Even if he was not in the screen in the beginning of the movie, we felt his presence. Like എല്ലാത്തിലും സ്റ്റീഫൻ, എബ്രഹാം, ഖുറേഷി, യുനോ എവിടെ ചെന്നാലും പുള്ളീനെ കുറിച്ചാണ് പറയണത്. പിന്നെ പുള്ളിയുടെ നല്ല പോലെ പ്രസൻസ് ഫീൽ ചെയ്യും. പുള്ളീനെ കാണാനും പറ്റും. പുള്ളിക്ക് നല്ല ഡയലോഗ്. ഞാൻ ഈയിടയ്ക്ക് എന്തോ റിവ്യൂ കണ്ടായിരുന്നു. പുള്ളിക്ക് എന്തോ 2, 3, 5 ഡയലോഗ് കൊടുത്തിട്ടുള്ളൂ, ഭയങ്കര മോശമായി. ഐ വാസ് ലൈക്ക്, വാട്ട് ഈസ് ഹി ടോക്കിംഗ് അബൌട്ട്? ലൈക്ക് ഹി ഹാഡ് സോ മെനി ഡയലോഗ്സ്. ഓക്കെ, ഞാൻ സമ്മതിച്ചു, ലൂസിഫറിനെ പോലെ പഞ്ചായിട്ട് ഡയലോഗ് വരാൻ ശ്രമിച്ചു, പക്ഷെ വന്നിട്ടില്ല. ബട്ട് സ്റ്റിൽ ഹി ഹാഡ് സോ മെനി ഡയലോഗ്സ്, ഹി വാസ് ദെയർ. സോ എനിക്ക് പറയാനുള്ള, ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൂവി എടുത്ത ഒരു സ്റ്റെപ്പ് വാസ് ഇൻ എ ഗുഡ് ഡിറക്ഷൻ. മേ ബി ഇറ്റ് കുഡ് ഹാവ് ബീൻ ബെറ്റർ, ബട്ട് സ്റ്റിൽ it was in a good direction. I felt like those characters could only go through those path. Like പൃഥ്വിരാജ് വിചാരിച്ച പോലെ ആ ക്യാരക്ടേഴ്സിന് ആ പാത്തിൽ കൂടെ സഞ്ചരിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള സിറ്റുവേഷൻ വരുവാണ് ആ സിനിമയ്ക്കകത്ത്. ഒബ്വിയസ്ലി ഇപ്പോൾ പലരും പറയണു ഈ സിനിമയ്ക്കകത്ത് ഒരു എന്തോ ഇൻകംപ്ലീറ്റ് ഫീലിംഗ് ഉണ്ട്. ഒബ്വിയസ്ലി ദിസ് ഇസ് ഇൻകംപ്ലീറ്റ് ബിക്കോസ് ദർ ഇസ് എ തേർഡ് പാർട്ട് വിച്ച് ഇസ് കമ്മിങ് ഫോർ ദിസ് മൂവി. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ആ സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട്. സോ നിങ്ങളെല്ലാവരും ആ സിനിമ പോയി കാണണം. ജസ്റ്റ് ഡോണ്ട് ഫോൾ ഫോർ ദിസ്. ഞാൻ ഇങ്ങനെ കുറേ റിവ്യൂസ് കണ്ടു. എന്തോ റിവ്യൂ കണ്ടുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ ടിക്കറ്റ് എല്ലാം ക്യാൻസൽ. ടു എനിക്കറിയില്ല. ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ഇറ്റ് ആൻഡ് ദെൻ ഡിസൈഡ്. ഇഫ് you are cancelling a ticket, you are not going to get the whole money back. Only 50% അല്ലെങ്കിൽ 80% കിട്ടത്തുള്ളൂ. ബാക്കി നിങ്ങളുടെ കാശെല്ലാം പോവല്ലേ. എന്നാൽ പിന്നെ നിങ്ങൾ ഓൾറെഡി സിനിമ എടുത്തെങ്കിൽ പിന്നെ പോയി കണ്ടൂടെ. ഇതൊരു നല്ല തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് എന്ന് കുറേ പേര് പറയുന്നുണ്ടല്ലോ. സോ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ഇറ്റ്. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലിരിക്കുമ്പോഴാണ് ലൈക്ക് കുറേ ന്യൂസൊക്കെ വരുന്നു. സിനിമയിൽ ചില ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യണം, ഭയങ്കര പൊളിറ്റിക്കൽ ഇഷ്യൂസാണ്. സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പം ഐ ഡിഡ്ന്റ് ഈവൻ നോ ലൈക്ക് ഇങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്, ദിസ് ആർ ദ തിങ്സ് ദാറ്റ് ഹാപ്പൻഡ്, ഓർ ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ബട്ട് തിരിച്ചു വന്ന് ഇങ്ങനെ ന്യൂസിലൊക്കെ കാണുകയാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്ന കുറേ സംഭവങ്ങൾ തെറ്റാണ്, അല്ലെങ്കിൽ ആൾക്കാരെ മിസ്ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന കാര്യമാണ്, അങ്ങനെയൊന്നും നടന്നിട്ടില്ല. ഒബ്വിയസ്ലി അങ്ങനെയൊന്നും നടന്നിട്ടില്ല, അല്ലെങ്കിൽ നടന്നിട്ടുണ്ട്, ഹൂ നോസ്. ബട്ട് ദിസ് ഇസ് എ സിനിമ. ഒരു സിനിമ പോലെ എടുക്കാൻ പോലും നമുക്ക് ഇന്ത്യയിൽ പറ്റുന്നില്ലെങ്കിൽ വേർ ഇസ് ദ ഫ്രീഡം ഓഫ് സ്പീച്ച്? വേർ ഇസ് ദ ഇൻഡിപെൻഡൻസ് ദാറ്റ് വി ഗോട്ട്? വേർ ഇസ് ലൈക്ക് നമ്മുടെ ഒരു പോയിന്റ് നമുക്ക് വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ് ഇവിടെ നടക്കുന്നത്? ബിക്കോസ് ഇപ്പം നോക്കുവാണെങ്കിൽ ഒരു സിനിമ, ഇപ്പം ഇന്ത്യയിൽ ഒരു സിനിമ ഇറങ്ങണമെങ്കിൽ 2 പ്രാവശ്യമാണ് ആ സിനിമ ഇറങ്ങുന്നത്. ഒന്ന് സിനിമ റിലീസ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് സിനിമ റിലീസ് ചെയ്യും ആഫ്റ്റർ കട്ട്സ്. അതുപോലെ തന്നെ നമ്മുടെ എമ്പുരാനും റിലീസ് ചെയ്തു ആഫ്റ്റർ കട്ട്സ്, സെൻസർ കട്ട്സ്, 24 കട്ട്. ജസ്റ്റ് ബിക്കോസ് സം ഓഫ് ദ പീപ്പിൾ കുഡന്റ് ഹാൻഡിൽ വാട്ട് വാസ് ഷോൺ ഇൻ ദ മൂവി. അതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല ഗൈസ്. ഇനി ബാക്കി കിടക്കുന്നേ ഉള്ളൂ. ഈ സിനിമ നാഷണൽ ലെവലിലോട്ട് പോയി. ഇതിനെക്കുറിച്ചായി ചർച്ചകൾ. ഈ സിനിമ കാരണം ഇന്ത്യയിൽ പ്രശ്നങ്ങളുണ്ടാകും, അതുകൊണ്ട് ഈ സിനിമ മാറ്റി വെക്കണം എന്ന് വരെയായി. കേസുകൾ പോയി. ഐ ഡോണ്ട് നോ ഗൈസ്. എനിക്കറിയാൻ പാടില്ല സത്യമായിട്ട്. സിനിമയായിട്ട് കണ്ടുകൂടെ? ഒരു നല്ല സിനിമ മലയാളത്തിൽ കുറേ വർഷങ്ങളോ, ലൈക്ക് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇത്രയും ഒരു നല്ല സിനിമ ഈ ഒരു ലെവലിൽ എടുത്തിട്ട് ഇറക്കുന്നത് തന്നെ. അതിനെ കണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ളതിന് കുറേ ആൾക്കാർ അതിനെ ഡീഗ്രേഡ് ചെയ്ത് ഇതൊന്നും പാടില്ല, ഇതൊക്കെ മോശമാണ് എന്നൊക്കെ പറഞ്ഞ് ഐ ഡോണ്ട് നോ.
ലൈക്ക് ഐ ലവ് ദ മൂവി. ഐ മേ ഓർ മേ നോട്ട് എന്താ പറയണേ, ആ സിനിമയിൽ കാണിച്ചിരിക്കുന്ന എല്ലാം എനിക്ക് അക്സെപ്റ്റബിൾ ആണെന്നല്ല ഞാൻ പറയണേ. ദെയർ ആർ ഫ്ലോസ്, ദെയർ ആർ other things in the movie which could be better, but you have to acknowledge the effort and you have to acknowledge that this was possible from a Malayalam movie director. It has never been done before. അപ്പോൾ അങ്ങനെ ആ സിനിമ സെൻസർ ചെയ്ത് പിന്നെ ഇറക്കി. പക്ഷെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് തിയേറ്റേഴ്സിൽ ഓടുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? വാട്ട് ഡസ് ദാറ്റ് മീൻ? ദാറ്റ് മീൻസ് that the movie is actually good. People are still watching it. Despite all the attempts to degrade the movie, people are still watching it. So that tells you volumes about the movie, like what the movie is and how the movie is going to be. And ഇപ്പോഴത്തെ പ്രസൻറ്റ് നമ്മുടെ എല്ലാ റിവ്യൂസും, ലൈക്ക് തിയേറ്ററിൽ ഇറങ്ങി വരുന്ന ആൾക്കാർ റിവ്യൂസൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പോസിറ്റീവാണ്. മോസ്റ്റ്ലി എല്ലാവരും പോസിറ്റീവാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. then nobody is even talking about എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് സിനിമയ്ക്ക്, ഒന്നും പറയുന്നില്ല. ലൈക്ക് എവറി വൺ വെൻ ടു വാച്ച് ആൻഡ് എൻജോയ് ദ മൂവി. ദേ എൻജോയ്ഡ് ഇറ്റ്. ദേ സോ ലാലേട്ടൻ, ദേ ചിയേർഡ് ഫോർ ഹിം. ദേ സോ മഞ്ജു വാര്യർ. മഞ്ജു വാര്യർ ഒരു രക്ഷയില്ല, എന്തുമായിരുന്നു എൻ്റെ പൊന്നെ. ഓ, ഐ ഗെസ് ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. പീപ്പിൾ വിൽ സേ വാട്ട് ദേ വോണ്ട് ടു സേ ആൻഡ് nothing much is going to change unless we try to change it. But അതൊക്കെ എങ്ങനെ എപ്പോൾ നടക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. So it is what it is. But anyways, those who have watched it, what are your views about the movie? Let me know in the comments. And those who haven't watched it, please don't miss this theatrical experience. ഇത് തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട ഒരു സിനിമയാണ്. ആ ബാക്ക്ഗ്രൗണ്ട്, ആ മ്യൂസിക്, ഒരു രക്ഷയില്ല. Don't fall for these false negative reviews of the movie which you should be watching in a theater. I am not promoting this movie. I'm just saying that you should not miss this experience. So guys, if you like these type of videos, these type of reviews, ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക. That helps me a lot. And I will see you on my next video. Thank you.